ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് നത്തോലി കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് എങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കിയാലോ. അത് ഞാനൊരു തലയും വാലും ഒക്കെ ഇത് കത്രിക കൊണ്ടാണ്. കത്രിക കൊണ്ട് മീൻ വെട്ടാൻ എളുപ്പം. ഒരു 15 രൂപയുടെ കത്രികയുടെ ആവശ്യമുള്ളൂ കേട്ടോ. അന്നേരം ഞാനൊരു തലയും വാലും ഒക്കെ കളഞ്ഞിട്ടുണ്ട്. ഇത്തിരി ഉപ്പിട്ടു. കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ്. മീനൊക്കെ വെട്ടി കഴുകാൻ ഏറ്റവും നല്ലത് കല്ലുപ്പാണ്, അതിന് അഴുക്കൊക്കെ പോകാൻ. ആദ്യം കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ആ വെള്ളം ഊറ്റിയാൻ കളയാം. ഒന്ന് കഴുകിയെടുക്കും. ഒരുപാട് ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ അറിയാമല്ലോ, ഒരുപാട് കട്ടിയില്ലാത്ത മീനായതുകൊണ്ട് മുള്ളും മാംസവും ഒക്കെ രണ്ടാകാൻ ചാൻസ് ഉണ്ട്. അന്നേരം ഞാൻ അതൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഗോതമ്പൊടി, മെയിനായിട്ട് ഈ തൊലിയൊക്കെ ഉരിക്കാത്ത മീനൊക്കെ ആ ഒരു ഉളുമ്പ് വാടയും അഴുക്കൊക്കെ പെട്ടെന്ന് പോകാൻ ഏറ്റവും ബെസ്റ്റാണ് ഗോതമ്പൊടി. ഈ പുഞ്ചമീനൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വാടയൊക്കെ പോകാനും എല്ലാം ഗോതമ്പൊടിയാണ് ഏറ്റവും. ഈ വിനാഗിരിയുടെ ഒന്നും ആവശ്യമേ ഇല്ല. അന്നേരം നമുക്ക് ആ ഒരു ഗോതമ്പൊടി നന്നായിട്ട് ആ മീനിലൊക്കെ ഒന്ന് മിക്സ് ആക്കാം. ഉരയ്ക്കൊന്നും വേണ്ട, അതിന് ആവശ്യമേ ഇല്ല. നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാതെ ആ മീനിനൊക്കെ നന്നായിട്ട് ആ ഗോതമ്പൊടി ഒന്ന് പെരണ്ടിരിക്കണം. അതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചങ്ങ് കഴുകിയെടുക്കാം. അപ്പം ദാ നന്നായിട്ട് ആ മീനിലൊക്കെ നന്നായിട്ട് ആ മസാല പിടിക്കുന്ന പോലൊക്കെ ഗോതമ്പൊടി നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം തന്നെ നമുക്കത് മനസ്സിലാകും, നന്നായിട്ട് ആ മുത്തുപോലൊക്കെ തിളങ്ങുന്നുണ്ട് ആ മീൻ. നന്നായിട്ട് അഴുക്കൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. ഒരുപാട് നമ്മൾ ഉരയ്ക്കേണ്ട കാര്യമൊന്നുമേ ഇല്ല. വലിയ മീനാണെന്നുണ്ടെങ്കിലും തൊലി ഇരിക്കാത്ത മീൻ, തൊലി ഇരിക്കുന്ന മീനകത്തൊക്കെ പെട്ടെന്ന് അങ്ങ് അഴുക്ക് പോകുമല്ലോ. അത് ജസ്റ്റ് ഒന്ന് 2-3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പം കാണാൻ പറ്റും. നമുക്ക് വെള്ളത്തിലോട്ടിടാം. കണ്ടോ, നന്നായിട്ട് തിളങ്ങുന്നുണ്ട് ആ മീൻ. അന്നേരം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അന്നേരം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് ചെയ്യണം. പിന്നെ വേറെ പഴയ വീഡിയോസൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കി കമൻറ്റൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടോ, നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.